നമസ്കാരം. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനെ ബേസ് ചെയ്തുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. 2 ഇക്വേഷൻസ് പഠിച്ചു. Q is plus or minus Ne, F is equal to 1/4 pi epsilon 0 Q1 Q2 by R square equals 9 × 10⁹ Q1 Q2 by R square in free space. ഈ 2 ഇക്വേഷനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒരു ബെൽ ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇനി ഞാൻ റെഗുലറായിട്ട് ഓരോ ദിവസവും അടുത്തടുത്ത ക്ലാസ്സുകൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നമുക്കത് ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസിൻ്റെ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ് ഇവയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁻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 ⁻
പാർട്ട് ഇൻ എയർ. ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അവിടെ പോസ് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഡാറ്റാസ് എഴുതണം. ഹിയർ Q1 is equal to 2 × 10⁻⁻⁷ കൂളം, Q2 equals 3 × 10⁻⁻⁷ കൂളം. R equals 30 സെൻറ്റിമീറ്റർ ആണ്, അത് നമ്മൾ മീറ്റർ ആക്കണം. 0.3 meter. Equation 1/4πε09 × 10⁹ Newton meter square per coulomb square. Equation F is equal to 1/4πε0 Q1 Q2/R square. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1/4πε0 പകരം 9 × 10⁹ Q1 പകരം അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q2 പകരം അതിൻ്റെ വില ഇട്ട് കൊടുക്കുക. R സ്ക്വയറിന് പകരം 0.3 ഹോൾ സ്ക്വയർ. അത് കാൽക്കുലേറ്റർ നമുക്ക് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ പവർ ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ആദ്യം ഡിജിറ്റ്സ് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പവർ നമ്മൾ തന്നെ എഴുതുന്നതാണ് നല്ലത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. -7 -14 വരും. -14 + 9 അങ്ങനെ അത് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഫോഴ്സ് ഈസ് റിപ്പൾസീവ് ആണ്, കാര്യം രണ്ടിൻ്റെ ചാർജ് പോസിറ്റീവാണ്. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് പഠിച്ചിട്ട് തന്നെത്താനെ കാണാതെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മോൾ സ്പിയർ ഓഫ് ചാർജ് 0.4 മൈക്രോകൂളം ഡ്യൂ ടു അനദർ സ്മോൾ സ്പിയർ ഓഫ് ചാർജ് 0.8 microcoulomb in air is 0.2 Newton. A. What is the distance between the two spheres? B. What is the force on the second sphere due to the first? Data എഴുതിയ Q1 equals 0.4 microcoulomb അതിനെ coulombs ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇൻറ്റു 10⁻⁻⁶ ഇടുക. Q2 എഴുതുക. F R equals അത് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതുക. F is equal to 9 × 10⁹ Q1 Q2/R square. ഇവിടെ നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. അത് ഞാൻ ഷോർട്ടാക്കി കാണിച്ചിരിക്കുകയാണ്. R is equal to √9 × 10⁹ Q1 Q2/F എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.12 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ
ആൻസറായി. ബി പാർട്ട്, വാട്ട് ഇസ് ദ ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ദി ഫസ്റ്റ്? ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് സ്ഫിയർ ഇസ് സെയിം ആസ് ദാറ്റ് ഓൺ ദി ഫസ്റ്റ് സ്ഫിയർ. അത് 0.2 ന്യൂട്ടൺ തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, അത് തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. Third question, check that the ratio k square by g ME is dimensionless. Look up a table of physical constants and determine the value of this ratio. What does the ratio signify? The given ratio വീണ്ടും എടുത്തെഴുതുക. ഇതിൻ്റെ യൂണിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ 1/4πε0 ആണ് കെ എന്ന് പറയുന്നത്. ഈ ചാർജാണ് കൂളം സ്ക്വയർ. ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, അത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ME മാസ് ഓഫ് ഇലക്ട്രോണും മാസ് ഓഫ് പ്രോട്ടോണും ആണ്, കിലോഗ്രാം ആണ്. അത് യൂണിറ്റ് 1 കിട്ടും. ആ യൂണിറ്റ് ഡയമെൻഷൻലെസ് ആണ്. വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 വിലയാണ് 8.987 × 10⁹. ചാർജ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇലക്ട്രോണിൻ്റെ മാസ്, പ്രോട്ടോണിൻ്റെ മാസ്. 2.3 × 10⁻³ എന്ന് ആൻസർ കിട്ടും. This ratio is the ratio of the force of electrostatic attraction and the gravitational force of attraction between a proton and an electron placed at the same distance apart. അതാണ് വാട്ട് ഡസ് ദി റേഷ്യോ സിഗ്നിഫൈ എന്ന് ചോദിച്ചതിൻ്റെ ആൻസറാണ് ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ്. വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ്. ബി പാർട്ട്, വൈ ക്യാൻ വൺ ഇഗ്നോർ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് when dealing with the macroscopic, that is large scale charges? ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചൊന്ന് മനസ്സിലാക്കുക, ഇതിൻ്റെ ആൻസർ ശ്രദ്ധിക്കുക. Quantization of charge means that the charge occurs always in terms of the minimum quantity, that is plus or minus 1.602 × 10⁻⁹ coulomb. And fractions of this value are not possible. നമ്മൾ പഠിച്ചതാണത്. ബി പാർട്ട്, ഇൻ കേസ് ഓഫ് മാക്രോസ്കോപ്പിക് ചാർജസ് ദ ചാർജ് ഓൺ ദി ബോഡി ഈസ് ഓഫ് എ ഫ്യൂ കൂളം വിച്ച് ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ഇ. സോ കൺസിഡറിംഗ് ദി fractional charges is not significant. Next question. When a glass rod is rubbed with a silk cloth, charges appear on both. A similar phenomenon is observed with many other pairs of bodies. Explain how this observation is consistent with the law of conservation of charge. The answer ശ്രദ്ധിക്കുക. When we rub the two bodies, if a positive charge appears on one body, an equal and opposite charge appears on the other body, so that the net charge on the pair is 0 or whatever it was earlier. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ഗ്ലാസ് റോഡും സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലും സിലിക്കിലും ചാർജസ് കാണുന്നു. അതേ സെയിം ഫിനോമിന, അതേ പ്രതിഭാസം വേറെ അതർ പെയർസ് ഓഫ് ബോഡീസ്, അതാണ് എബണൈറ്റും ഫറും റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. എബണൈറ്റിന് നെഗറ്റീവ് ചാർജ്, ഫറിന് പോസിറ്റീവ് ചാർജ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഒബ്സർവേഷൻ കൺസിസ്റ്റന്റ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതെങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജുമായിട്ട് കൺസിസ്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത very important പ്രോബ്ലമാണ്. 4 point charges QA equals 2 microcoulomb
QB equals minus 5 microcoulomb, QC equals 2 microcoulomb, and QD equals minus 5 microcoulomb are located at the coordinates of a square ABCD of side 10 cm. What is the force on a charge of 1 microcoulomb placed at the center of the square? ഈ എൻട്രൻസിനൊക്കെ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. പല രീതിയിൽ ചോദിക്കാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കുക. സ്ക്വയറിൻ്റെ സെൻറ്റർ O ആണ്. അവിടെയാണ് 1 മൈക്രോകൂളം നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എയോ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം. അതിനുവേണ്ടിയാണ് പൈതഗോറസ് തിയറം അനുസരിച്ച് OD BD കണ്ടുപിടിക്കുന്നു ആദ്യം. അതിൻ്റെ ഹാഫ് എടുക്കുന്നു. അപ്പോൾ OD കിട്ടും 5√2 × 10⁻² മീറ്റർ. സിമിലർലി OA ഈക്വൽസ് OB ഈക്വൽസ് OC എല്ലാം സെയിം ആണ്. സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ ആ ഡിസ്റ്റൻസ് എല്ലാം ഈക്വലാണ്. നൗ ഫോഴ്സ് ഓൺ QO ഡ്യൂ ടു QA. FA is equal to 1/4πε0 QA QO/OA സ്ക്വയർ എലോങ് OC ആണ്. എലോങ് OC ഡയറക്ഷൻ കാണുക. അത് A ഇരിക്കുന്ന ചാർജ് പോസിറ്റീവാണ്, O ഇരിക്കുന്ന ചാർജും പോസിറ്റീവാണ്. അപ്പോൾ റിപ്പൽ ചെയ്യും. അപ്പോൾ 1 മൈക്രോകൂളം സിയിലേക്ക് മൂവ് ചെയ്യുന്നു, റിപ്പൽ ചെയ്ത് വരുന്നത് എലോങ് OC എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ആൻസർ 3.6 ന്യൂട്ടൺ എലോങ് OC. സിമിലർലി FB is equal to QB QO/OB സ്ക്വയർ എലോങ് OB. ശ്രദ്ധിക്കുക, എലോങ് OB ആണ്. കാരണം ബിയിൽ നമ്മൾ വെക്കുന്ന ചാർജ് ശ്രദ്ധിക്കുക -5 × 10⁻⁻6 കൂളമാണ്. മൈനസ് ചാർജാണ്. O ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. രണ്ടും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ 1 മൈക്രോകൂളം ടുവേഴ്സ് B ആണ്. അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അത് അലോങ് OB. അതേപോലെ തന്നെ FCയും FDയും നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. From the above expressions, we find that FA and FC are equal in magnitude and opposite in direction and thus cancel each other. Similarly, FB and FD are equal in magnitude and opposite in direction and hence cancel each other. Therefore, net force F is equal to 0 Newton. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഫോഴ്സ് കിട്ടുന്നത് 0 ന്യൂട്ടൺ ആയിരിക്കും. ഇത് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ഇത് പഠിച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. പുസ്തകം ഉണ്ടെങ്കിൽ എക്സസൈസ് നോക്കുക, ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും ഈ ആൻസേഴ്സ് നോക്കുക. ഇനി ബാക്കിയുള്ള പോർഷൻസ് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ആയിട്ടത് വരികയുള്ളൂ. എല്ലാ ദിവസവും ഞാനിപ്പോൾ ചാപ്റ്റേഴ്സ് ഇടുന്നതാണ്. അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.